ഒരുപാട് തോറ്റവന്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. പരിഹാസങ്ങളും പുച്ഛങ്ങളും നേരിടേണ്ടി വന്നിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും. ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആശയങ്ങളും ഉണ്ടായിട്ടും ചിലതൊന്നും നേടിയെടുക്കാൻ കഴിയാത്തത് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവ് തെളിയിക്കാനുള്ള യാത്രയിൽ അല്പം കാശിന്റെ കളികളുള്ളത് കൊണ്ടാണ്. നല്ലൊരു വ്യക്തിയാവുക, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. മോശമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഉള്ളിലെ ശക്തനായ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണിത്. ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. കാരണം അറിയണോ, ഞാൻ ആരിൽ നിന്നും ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷകളാണ് വേദനിപ്പിക്കുന്നത്. തനിച്ചാകുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് അസാധ്യമാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും കാര്യം ആൾക്കാർ മണ്ടത്തരമാണെന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ അത് ആന മണ്ടത്തരം ആയിരിക്കും, അല്ലെങ്കിൽ അത് ലോകത്തെ തന്നെ മാറ്റിക്കളയും. ഇഷ്ടങ്ങളെ പിന്തുടരുക. തീർച്ചയായും അത് ഒരിക്കൽ നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോൾ മത്സ്യം ഉറുമ്പുകളെ തിന്നുന്നു, എന്നാൽ വെള്ളം പറ്റുമ്പോൾ ഉറുമ്പുകൾ മത്സ്യത്തെ ഭക്ഷിക്കുന്നു. ജീവിതം എല്ലാവർക്കും അവസരം നൽകുന്നു. അവരുടെ ഊഴത്തിനായി കാത്തിരിക്കണം. തോൽക്കാനുള്ള മനസ്സുമായി വേണം ജീവിതം എന്ന മത്സരം കളിക്കാൻ. വിധി എന്ന കള്ളക്കളിക്കാരൻ മത്സരത്തിനുണ്ട്. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. നിങ്ങളുടെ ഒറിജിനാലിറ്റി എവിടെയും ഉപേക്ഷിക്കരുത്. കാരണം ഈ ലോകത്ത് നിങ്ങളുടെ പങ്ക് മറ്റാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത പരിഗണിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. കാരണം പറയാതെ ഇറങ്ങിപ്പോകുന്നവർക്ക് കാര്യമറിയാതെ വിഷമിക്കുന്നവരുടെ വേദനയറിയില്ല. അവരുടെ നോവിന്റെ കാഠിന്യം ഒരിക്കലും തിരിച്ചറിയാനും പോകുന്നില്ല. പരിചയപ്പെടുമ്പോൾ എന്തു ചെയ്യുന്നു എന്ന് പലരും ചോദിക്കുന്നത് എത്ര ബഹുമാനിക്കണമെന്ന് തീരുമാനിക്കാനാണ്. ചങ്കിൽ കത്തി കൊണ്ട് വേദനിപ്പിച്ചവരെ നോക്കി പുഞ്ചിരിക്കണം. ആ പുഞ്ചിരിയിൽ അവർ തോറ്റുപോകണം. ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. എന്റെ ചിരി മാത്രമേ ഞാൻ അവരെ കാണിച്ചിട്ടുള്ളൂ എന്നതാണ് സത്യം. വാക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മൾ ആരെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇരുവട്ടം ആലോചിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്നും അവരുടെ മനസ്സിൽ ചോര കനിയുന്നുണ്ടാകും. നന്ദിയുണ്ട് മറന്നവരോടും മറവി നടിച്ചവരോടും. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു.